അയാൾ യഹൂദ പ്രമാണിമാരോട് പറഞ്ഞു. യഹൂദ പ്രമാണിമാരാണ് ഈശോനോട് അയാളെക്കുറിച്ച് പറയണത്, ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ലുക്ക 7:3. ശതാധിപൻ യേശുവിനെ പറ്റി കേട്ട് ശതാധിപൻ യേശുവിനെ കുറിച്ച് കേട്ട് തന്റെ ഭൃത്യനെ സുഖപ്പെടുത്തണമെന്ന് അപേക്ഷിക്കാൻ ചില യഹൂദ പ്രമാണികളെ അവന്റെ അടുത്ത് അയച്ചു. അപ്പൊ ചില യഹൂദ പ്രമാണികളെ, പുള്ളിക്കാരന് ഒരു സ്പിരിച്വൽ സഫിഷ്യൻസി ഇല്ല, ആധ്യാത്മികമായിട്ടുള്ള ഒരു യോഗ്യതയില്ല. അതുകൊണ്ട് അയാൾ വേറെ ഒരാളെ ചട്ടം കെട്ടുകയാണ്. അവർ വന്ന് എന്താ പറയണമെന്ന് വെക്കേ, അവർ വന്ന് ഈശ്വരനോട് അയാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യണ ഭാഗമുണ്ട്. ലുക്ക 7:4-5. അവർ യേശുവിന്റെ അടുത്ത് വന്ന് കേണപേക്ഷിച്ച് പറഞ്ഞു. അവരും വന്നിട്ട് കേണപേക്ഷിക്കണം കേട്ടാ, നേരെ ഒന്നും പറയണില്ല. പറഞ്ഞു, നീ ഇത് ചെയ്തു കൊടുക്കാൻ അവൻ അർഹനാണ്. നീ ഇത് ചെയ്തു കൊടുക്കാൻ സെഞ്ചൂറിയൻ ശതാധിപൻ അർഹനാണെന്ന്. എന്തെന്നാൽ അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു. അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു. നമുക്കൊരു സിനഗോഗ് പണിയിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഒഴിവാക്കരുത്. കേണപേക്ഷിക്കണ ആ യഹൂദ പ്രമാണികൾ നല്ലവരാണ്. കേണപേക്ഷിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണവശാൽ ഒഴിവാക്കപ്പെടാതിരിക്കാനാണ് കേണപേക്ഷിക്കണത്. എന്നിട്ട് കാര്യം പറയും. അതെന്താണ്? ആ ശതാധിപൻ്റെ ഒരു ആസ്തി ഭദ്രത എന്ന് പറയും. അയാൾ ദൈവത്തിൻ്റെ സന്നിധി സമ്പന്ന. വൈ ഷുഡ് ഐ ഹിയർ യുവർ പ്രയർ? ഈ പ്രശ്നം തന്നെ നമുക്ക് മുന്നത്. വൈ ഷുഡ് ഐ ഹിയർ ദ പ്രയർ ഓഫ് ദി സെഞ്ചൂറിയൻ? എന്താണ്? 2 കാര്യങ്ങളാണ്. ഒന്ന്, അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു. രണ്ടാമത്തെ എന്താണ്? അവൻ സിനഗോഗ് പണിത്, പ്രാർത്ഥനാലയം പണിത് തന്നിട്ടുണ്ട്. എൻ്റെ ദൈവവേദന ഇതുപോലെ നിൻ്റെ ഈ വയസ്സില്ലേ, ഭൗമികമായ വയസ്സില്ലേ, 20 ആകാം, 25 ആകാം, ചിലപ്പോൾ 40 ആകാം, 45 ആകാം, 55 ആകാം. ഈ വയസ്സിൻ്റെ ലെവലനുസരിച്ച് നിനക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ആസ്തി ഭദ്രത വേണം. നമ്മളെ എപ്പോഴും വില്ലനാക്കുന്നത് വയസ്സാണ്. തമാശ പറയല്ല. ഇപ്പം നിനക്ക് ഭക്തി ഉണ്ട്, വിശ്വാസമുണ്ട്, ദൈവത്തിൻ്റെ സന്നിധി സുഹൃതങ്ങളുണ്ട്, ആസ്തി ഭദ്രത ഉണ്ട് എന്ന് ചോദിച്ചാൽ കർത്താവ് എന്താ തിരിച്ചു ചോദിക്കണത്? നിൻ്റെ വയസ്സ് ചോദിക്കും കർത്താവ്. നമ്മൾ ആരെങ്കിലും ആണെന്ന് പറഞ്ഞാൽ നമ്മൾ ഉടനെ കർത്താവ് നമ്മൾ ചോദിക്കും, നിൻ്റെ വയസ്സത്തെ നിനക്കറിയാമോ എന്ന് ചോദിക്കും. അപ്പം നമ്മളൊക്കെ ഇത് അങ്ങനെ ചോദിച്ചാൽ കർത്താവ് അതോടെ ചോദിച്ചു. നിക്കതേ മുസ്ലിം ചോദിക്കണില്ല. അതാണ് സംഭവം.